ജ്യോതിഷത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ചൊവ്വാദോഷം. വിവാഹത്തിന് ജാതകപ്പൊരുത്തം നോക്കുമ്പോൾ മാത്രമേ ചൊവ്വാദോഷത്തിന് പ്രസക്തിയുള്ളൂ. ജ്യോതിഷപ്രകാരം ഏറ്റവും കൂടുതൽ പാപമുള്ള ഗ്രഹമാണ് ചൊവ്വ. ഹൈന്ദവ വിശ്വാസപ്രകാരം വിവാഹപ്പൊരുത്തം നോക്കുന്നതിൽ പാപസാമ്യം എന്ന കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സ്ത്രീയുടെയും പുരുഷന്റെയും ഗ്രഹനിലകളെ അടിസ്ഥാനമാക്കിയാണ് ഇത് നിശ്ചയിക്കുന്നത്. സ്ത്രീ ജാതകത്തിൽ ചൊവ്വാദോഷം വന്നാൽ ഭർത്താവിനും, പുരുഷ ജാതകത്തിൽ ചൊവ്വാദോഷമുണ്ടെങ്കിൽ ഭാര്യയ്ക്കും നല്ലതല്ല. എന്നാൽ എല്ലാ ജാതകത്തിലും ചൊവ്വ അത്രത്തോളം ദോഷകാരിയല്ല എന്ന് പ്രത്യേകം അറിഞ്ഞിരിക്കണം. ചൊവ്വാദോഷം കൊണ്ട് മാത്രം വൈദവ്യമോ വേർപാടോ ഉണ്ടാകണമെന്നില്ല. ആയുസ്, 7ാം ഭാവത്തിൻ്റെയും ഭാവാധിപൻ്റെയും ബലം, വിവാഹകാരകനായ ശുക്രൻ്റെ ബലം ഇവ കൂടി കണക്കിലെടുക്കേണ്ടതുമുണ്ട്. സ്ത്രീ ജാതകത്തിൽ ലഗ്നത്തിൽ നിന്ന് 7-8 ഭാവങ്ങളിൽ നിൽക്കുന്ന ചൊവ്വയെയാണ് വലിയ ദോഷമായി കണക്കാക്കുന്നത്. അതിന് ജ്യോതിഷത്തിൽ പറയുന്ന പരിഹാരം 7ാം ഭാവത്തിൽ ചൊവ്വയോ ഒന്നിലധികം പാപഗ്രഹങ്ങളോ നിൽക്കുന്ന പുരുഷ ജാതകം ഒന്നിപ്പിക്കാം എന്നു മാത്രമാണ്. ചൊവ്വാദോഷമുണ്ടെങ്കിലും അതിന് ശുഭഗ്രഹ ബന്ധമുണ്ടെങ്കിൽ ചൊവ്വ ശുഭനായി തീരും. ആ ചൊവ്വ ഭർത്താവിന് ഐശ്വര്യവും സമ്പത്തും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും.